നമ്മുടെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബെനു ചിഹ്നഗ്രഹത്തിലെ അമിനോ ആസിഡുകൾ ജീവന്റെ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. പ്രോട്ടീനുകളും ഡിഎൻഎയും രൂപപ്പെടുത്താൻ ആവശ്യമായ അമിനോ ആസിഡുകളാണ് ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇവ എങ്ങനെയുണ്ടായെന്ന് നമുക്ക് നോക്കാം. 4.6 ബില്യൺ വർഷം പഴക്കമുള്ള ബെനു ചിഹ്നഗ്രഹത്തിലെ പാറകളുടെ സാമ്പിളുകൾ 2023-ൽ നാസയുടെ ഒസൈറിസ് റെക്സ് ദൗത്യം ഭൂമിയിലെത്തിച്ചു. ഈ സാമ്പിളുകളിലെ അമിനോ ആസിഡുകൾ എങ്ങനെ ബഹിരാകാശത്ത് രൂപപ്പെട്ടു എന്നത് ഒരു നിഗൂഢതയായിരുന്നു. എന്നാൽ പുതിയ ഗവേഷണ ഫലങ്ങൾ ഇതിനുത്തരം നൽകുന്നു. സൗരയൂഥത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തണുത്തുറഞ്ഞതും റേഡിയോ ആക്റ്റീവുമായ അന്തരീക്ഷത്തിൽ അമിനോ ആസിഡുകൾക്ക് രൂപപ്പെടാൻ കഴിയുമെന്ന് പെൻ സ്റ്റേറ്റ് ശാസ്ത്രജ്ഞരുടെ പുതിയ ഗവേഷണം പറയുന്നു. അമിനോ ആസിഡുകൾ രൂപപ്പെടാൻ ചൂടുള്ള വെള്ളം മാത്രമല്ല ആവശ്യമെന്ന് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിലും ഇത് സംഭവിക്കാം. ഗവേഷകർ ബെനുവിലെ ഏറ്റവും ലളിതമായ അമിനോ ആസിഡായ ഗ്ലൈസിനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് കാർബൺ ആറ്റങ്ങൾ മാത്രമുള്ള ഒരു തന്മാത്രയാണ്. ഗ്ലൈസിൻ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു, കാരണം ഇതിന് വിപുലമായ രാസസാഹചര്യങ്ങളിൽ രൂപപ്പെടാൻ കഴിയും. ബെനുവിലെ ഗ്ലൈസിൻ ചൂടുവെള്ളത്തിലല്ല, പകരം സൗരയൂഥത്തിന്റെ ആദ്യകാലങ്ങളിൽ തണുത്തുറഞ്ഞ ഐസിലും റേഡിയേഷനിലും രൂപപ്പെട്ടതാകാമെന്ന് പുതിയ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നതിനായി ഗവേഷക സംഘം ബെനുവിലെ അമിനോ ആസിഡുകളെ മറ്റു ഉൽക്കകളിലെ അമിനോ ആസിഡുകളുമായി താരതമ്യം ചെയ്തു. പ്രശസ്തമായ മർച്ചീസൺ ഉൽക്കയിലെ അമിനോ ആസിഡുകൾക്ക് രൂപപ്പെടാൻ ദ്രാവകജലവും സൗമ്യമായ താപനിലയും ആവശ്യമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ബെനുവിന്റെയും മർച്ചീസന്റെയും അമിനോ ആസിഡുകൾക്ക് വ്യത്യസ്തമായ ഐസോടോപ്പിക് പാറ്റേൺ ഉണ്ട്. ഇത് അവ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ പുതിയ ഫലങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഉദാഹരണത്തിന്, അമിനോ ആസിഡുകൾക്ക് കണ്ണാടി പ്രതിബിംബം പോലുള്ള രണ്ട് രൂപങ്ങളുണ്ട്. ബെനുവിലെ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ രണ്ട് രൂപങ്ങൾക്കും നൈട്രജൻ മൂല്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിനുള്ള കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ബഹിരാകാശത്തെ അമിനോ ആസിഡുകളുടെ രൂപീകരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കൂടുതൽ ഉൽക്കകൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ രൂപപ്പെടുന്നതിലെ വൈവിധ്യമാണ് ഈ കണ്ടെത്തലുകൾക്ക് ഊന്നൽ നൽകുന്നത്. പുതിയ വിവരങ്ങൾക്കായി കാത്തിരിക്കുക.